Classification of Mammalia. So the class Mammalia is subdivided into three subclasses. One is called Prototheria, Metatheria, and Eutheria. Subclass Prototherial ഒരു order ഉള്ളത് that is called Monotremata. Metatherial നമുക്ക് പഠിക്കാനുള്ള ഓർഡർ മാർസുപ്പിയാലിയ. യൂത്തിരിയലാണ് മോഡേൺ ഇതൊക്കെ വരുന്നത്. മോഡേൺ ഓർഡേഴ്സ് ലൈക്ക് കാർണിവോറ, പ്രൈമേറ്റ, പ്രൊബോസിഡ എന്നൊക്കെ പറഞ്ഞ കുറേ ഓർഡേഴ്സ് ഒക്കെ വരുന്നത് യൂത്തിരിയാണ്. Let's look at the first order, Monotremata. പ്രോട്ടോതീരിയയിൽ വരുന്നതാണ്. പ്രിമിറ്റീവ് അനിമൽസ് ആണിത്, പ്രിമിറ്റീവ് മാമൽസ് ആണ്. So cloaca presum. Cloaca means what? It's a common passage, common chamber where the intestine, rectum and the urinary bladder meets. ഇപ്പോൾ സാധാരണ മോഡേൺ അനിമൽസിന് രണ്ടും വേറെ വേറെ ചേമ്പേഴ്സ് ആണ് ഉണ്ടാവും. യൂറിൻ പോകാൻ വേണ്ടിയിട്ടും അതേപോലെ അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ്, ഫീസസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ വേറെ സെപ്പറേറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇത് ഈ ഫ്രോക്സിലൊക്കെ കാണുന്ന പോലെ ഒരു കോമൺ ചേമ്പറായിട്ട് വരും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതതിൻ്റെ റെക്ടം പോർഷൻ, ഇതിലേക്ക് തന്നെയാണ് യൂറിനറി ബ്ലാഡർ. സോ ദിസ് ഈസ് എ റെക്ടം, ദിസ് ഈസ് എ യൂറിനറി ബ്ലാഡർ. അപ്പോൾ രണ്ടും ഓപ്പൺ ചെയ്യുന്നത് ഒരു കോമൺ ചേമ്പറിലേക്കാണ്. അപ്പോൾ ഇതിനെയാണ് ക്ലിയാക്ക എന്ന് പറയുന്നത്. ഇതൊരു പ്രിമിറ്റീവ് അനിമൽസിൻ്റെ ഒരു ക്യാരക്ടർ ഫീച്ചറാണ്. രണ്ടാമത് ടീത്ത് ഇൻ ദ യങ് ബീക്ക് ഇൻ അഡൽട്ട്. ഇതാണ് അതിൻ്റെ ബീക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. ഡക്കിൻ്റെ കുക്ക് പോലെയുള്ള അനിമലാണ് ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ്. ഇതിൻ്റെ ബീക്കിൽ ആണ് എന്ത് കാണുന്നത്? ടീത്ത് കാണുന്നത്. Oviparous with reptile-like characters. Oviparous ആണ്, they are the egg-laying mammals. So the Monotremata includes the animals with mammals with egg-laying character. Found only in Australian regions. Mammary glands without teats. Teats എന്ന് പറഞ്ഞാൽ നിപ്പിൾസ് ഉണ്ടാവത്തില്ല മാമറി ഗ്ലാൻസിന്. നോ കോർപ്പസ് കൊളേഴ്സ്. നമ്മൾ പറഞ്ഞ മാമൽസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഒന്ന് കോർപ്പസ് കൊളേഴ്സാണ്. രണ്ട് സെർബൽ ഹെമിസ്ഫിയേഴ്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു നർവ് ബാൻഡ് ഉണ്ട്. ഇത് ഒരു പാർട്ട് ബ്രെയിൻ്റെ ഒരു പാർട്ട്, ഇത് വേറൊരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡും, ദിസ് ഈസ് എ റൈറ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് എ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നർവ് ബാൻഡ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് കോർപ്പസ് കലോസം, വിച്ച് ഈസ് ആബ്സെന്റ് ഹിയർ. പിന്നെ ഈ സാപ്സൺ പിന്നെന്ന് പറഞ്ഞാൽ ചെവിയുടെ മുകളിലൊരു ചെവിക്കുട, അതില്ല. നോ പ്ലാസൻഡ. പ്ലാസൻഡ എന്ന് പറയുന്നത് പ്രസവിക്കുന്ന അനിമൽസ് ഉണ്ടാകുന്നത്, പ്രസവിക്കാത്തതുകൊണ്ട് നോ പ്ലാസൻഡ. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിലൊരു പ്രധാന എക്സാമ്പിൾസ് ആണ് ഓർണിത്തോറിംഗസ് എന്ന് പറയുന്നത്. അതിൻ്റെ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് വേറൊന്നും കൂടിയിട്ട് എക്ക് ഇടണം, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. നോട്ട്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് മോണോട്രിമാറ്റ. രണ്ടാമത്തെ ഓർഡർ മാർസുപ്പിയാലിയ. അനിമൽസിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദിസ് കോൾഡ് കങ്കാരു ഓർ മാക്രോപ്പസ് എന്ന് പറയും. അപ്പോൾ അതിലൊരു സഞ്ചി കാണാം, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ മാർസുപ്പിയാലിയ പറയുന്നത്. സോ എ മാർസുപ്പിയം ഓർ ബ്രൂഡ് പൗച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഫീമെയിൽ. ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. രണ്ടാമത് മാമറി ഗ്ലാൻസ് ആർ സെബേഷ്യസ് ആൻഡ് ബിയറിംഗ് നിപ്പിൾസ്. സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ മോഡിഫിക്കേഷനാണ് മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്, വിത്ത് നിപ്പിൾസ്. എപ്പിപ്യൂബിക് bones or marsupial bones are usually present attached to the pubis. So this is a pubis bone, this one. അതിന് താഴെ ഈ സഞ്ചിയിൽ ആ അനിമൽസിനുണ്ട് കുട്ടിയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് there will be a bone. This bone is called, ഈ ഒരു ബോണിനെയാണ് എപ്പിപ്യൂബിക് ബോൺ എന്ന് പറയുന്നത്. റിബ്സ് ഹാസ് 2 heads, 2 heads ഉണ്ട്. റിബ്സ് ഇതാണ് അതിൻ്റെ നമ്മൾ വെർട്ടിബ്ര എന്ന് പറയുന്നത്, നട്ടലിൻ്റെ പാർട്ടായിട്ടുള്ളത്, ഒരു കശേരു പറയുന്നത്. ഇതാണ് എൻ്റെ വാരിയൽ നമ്മൾ റിബ്സ് എന്ന് പറയുന്നത്. ഈ റിബ്സിന് 2 ഹെഡ് ഉണ്ട്. ഇതൊരു ഹെഡാണ്, ഇതൊരു രണ്ടാമത്തെ ഹെഡാണ്. വൺ ഇസ് കോൾഡ് ട്യൂബക്കുലം, ദ അതർ ഇസ് കോൾഡ് ക്യാപിറ്റുലം. ദിസ് ഇസ് അനദർ പ്രോപ്പർട്ടി. കോർപ്പസ് കൊലോസം ഈസ് ഫീബ്ലി ഡെവലപ്ഡ് ഓർ ആബ്സെന്റ്. നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ ഫീബ്ലി ഡെവലപ്ഡ് ഓർ ആബ്സെന്റ്.
Vagina and uterus are double. Didelphi condition എന്ന് പറയും. Vagina and uterus are double. രണ്ടെണ്ണം ഉണ്ട്. Hence it is called a didelphic condition. ഇതാണ് didelphic condition എന്ന് പറഞ്ഞാൽ. You can see uterus 1, uterus 2. This is the vagina 1, vagina 2. So this condition is called a didelphic condition. So viviparous animals ഇത് പ്രസവിക്കുന്നതാണ്. പ്രായപൂർത്തിയാവാതെയാണ് പ്രസവിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ യങ് വൺസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു മാസോപ്യത്തിലാണ്. പ്ലാസന്റ ഈസ് യൂഷ്വലി ആബ്സെന്റ്. എക്സാമ്പിൾസ് മാക്രോപ്പസ്. കങ്കാരുവിൻ്റെ വേറൊരു പേരാണ് മാക്രോപ്പസ് എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. തേർഡ് ഓർഡർ കൈറോപ്റ്റിറ ഇസ് കോമൺലി നോൺ ആസ് ട്രൂ ഫ്ലൈയിങ് ലീമേഴ്സ്. വവ്വാൽ ഒക്കെ വരുന്ന വിഭാഗമാണ് കൈറോപ്റ്ററ എന്ന് പറയുന്നത്. And the forelimbs are modified for flight. This is a forelimbs. This one is forelimbs. Digits are greatly elongated. കാണാം അതിൻ്റെ നീളം കൂടിയ digits ഒക്കെ. For supporting the wing or flight membrane. Flight membrane വേറെ പേര് പറ്റാച്ചൻ കൂടി ഉണ്ട്. The hind limbs are weak and have clawed digits. Claws are sharp and curved. സാധാരണ മരത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. Claws are sharp. Eyes are small and vision weak ആണ്. Ears are large pinne. ഇതിൻ്റെ പിന്നെ കാണാം, നമുക്ക് ചെവി കൂടെ കാണാം. This one is something large. Sternum has a keel. ഒരു ഫ്ലൈറ്റ് മസിൽസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റേർണം, ഈ സ്റ്റേർണത്തിൻ്റെ കുറച്ചും കൂടെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഇലോബറേറ്റഡ് ആണ്, ബ്രോഡായിരിക്കും. സോ ദിസ് വൺ ഈസ് കോൾഡ് ദ കീൽ. സ്റ്റേർണം വിത്ത് കീൽ. മോസ്റ്റ്ലി നോക്ടർണൽ ഹാബിറ്റ്. രാത്രിയാണ് മിക്കവാറും ആക്റ്റീവ് ആവുന്ന സമയം രാത്രിയാണ്. So these are the characters of Chiroptera. Examples of Macropus ആണ്. Macropus വവ്വാൽ. Order 4 primates. നമ്മളൊക്കെ വരുന്ന വിഭാഗമാണ് order primates എന്ന് പറയുന്നത്. Completely hairy and generally arboreal mammals. മരത്തിൻ്റെ മുകളിലൊക്കെയാണ് മിക്കവാറും കാണപ്പെടുന്നത്. Hands and feet are more or less prehensile. കൈയും കാലുകളൊക്കെ പ്രിഹെൻസിലാണ്, മടക്കാനൊക്കെ പറ്റുന്ന സ്ഥലം. അതേപോലെ കൈയും കാലും വാല് ഉണ്ടെങ്കിൽ അത് ചുരുട്ടി വെക്കാനൊക്കെ പറ്റും. ഡിജിറ്റ്സ് ഓൺ ഈച്ച് ഹാൻഡ് ആൻഡ് ഫുട്ട് പ്രൊവൈഡഡ് ഫ്ലാറ്റ് നെയിൽസ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലോ. ക്ലോക്ക് പകരം നമുക്ക് കുറച്ചുകൂടെ നഖങ്ങളാണ് ഉണ്ടാകുന്നത്. തം ആൻഡ് ഗ്രേറ്റ് ടോ ആർ ഷോർട്ടർ ആൻഡ് ഓപ്പോസിബിൾ ടു അതർ ഡിജിറ്റ്സ്. മറ്റെല്ലാ വിരലുകൾക്കും അഭിമുഖമായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. നമ്മളെ തള്ളവിരലുണ്ട്, ചൂണ്ടുവിരലും മധ്യവിരലും റിംഗ് ഫിംഗറും ചെറിയ ഫിംഗറും ഒക്കെ സ്മോൾ ഫിംഗറും ഒക്കെ ആയിട്ട് ഓപ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റും. മോഡ് ഓഫ് വാക്കിംഗ് ഈസ് പ്ലാന്റിഗ്രേഡ്. പ്ലാന്റിഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽപാദം പൂർണ്ണമായിട്ടും അമർന്നിട്ട് പോകുന്നത്. നമ്മളെ കാലിൻ്റെ പാദം പൂർണ്ണമായും തറയിൽ ഉള്ളതാണ്. സ്കൂൾ പ്ലാന്റിഗ്രേഡ് എന്ന് പറയും. വേറെ ഗ്രൂപ്പുണ്ട് ഡിജിഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ ഡിജിറ്റ്സ് മാത്രം കൊള്ളുന്നത്. കടുവയുടെ നടത്തം വേറെ രീതിയിലാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് പ്ലാന്റിഗ്രേഡ്. Orbits are directed forward and surrounded by bony ring. എൻ്റെ കണ്ണ് നേരെ മുന്നിലേക്ക്, ഫ്രണ്ടിലേക്കാണ് നോക്കിയാണ് ഇവിടെ കാണാം. മറ്റുള്ള ആനിമൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പശുവിൻ്റെയൊക്കെയാണ് സൈഡിലാണ് ഉണ്ടാവുക. ടെസ്റ്റിസ് ആർ എൻക്ലോസ്ഡ് ഇൻ സ്കോട്ട. കൃഷ്ണസഞ്ചിയിലാണ് ടെസ്റ്റിസ് കാണപ്പെടുന്നത്. 2 pectoral mammae with the teats are usually present. You can see the mammae here. 2 mammae are here. Pectoral mammae ചെസ്റ്റിനടുത്താണ് ഉണ്ടാവുക. സെറിബ്രം ഈസ് യൂഷ്വലി ലാർജ് ആൻഡ് വെൽ കൺവല്യൂറ്റഡ്. പ്രൈമേറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ സെറിബ്രം കുറച്ചും കൂടെ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. കുറേ കൺവല്യൂഷൻ, കുറച്ചും കൂടെ മടക്കുകൾ കുറച്ചും കൂടെ കൂടുതലുണ്ടാകും. എക്സാമ്പിൾസ് മക്കാക്ക, ഹൈലോബൈറ്റ്സ്, ദെൻ ഹോമോ. ജീനസ് ഹോമോയിൽ എന്താ സബ് ഡിവിഷൻസ് ആണ് ദർശിച്ചത്. നെക്സ്റ്റ് ഓർഡർ ഈസ് ഓർഡർ കാർണിവോറ. അതിൽ സ്മോൾ ടു ലാർജ് ക്വാഡ്രൂപ്പഡ്സ്, 4 കാലിൽ നടക്കുന്ന ജീവജാലങ്ങളെ ക്വാഡ്രൂപ്പഡ്സ് എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ, ആർബോറിയൽ, or aquatic. Teeth generally have sharp and cutting edges and the canines are well developed. And the canines അറിയാലോ, കൊമ്പൽ തേറ്റപ്പല്ലല്ല. Teeth generally have sharp and cutting edges and the canines are well developed. The incisors are small
and always 3 on each side in each jaw. Toes or digits never less than 4 and they all have strong sharp claws. ഇര പിടിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ഷാർപ്പ് ക്ലോസ് ഒക്കെ വരുന്നത്. Stomach is always simple. Cecum if present is smaller. Cecum ഉണ്ടെങ്കിൽ തന്നെ അത് ചെറുതായിരിക്കും. കാരണം ഈ സീക്കം എന്ന് പറയുന്നത് ഒരു ഹെർബിവോറസ് ക്യാരക്ടറാണ്. അതിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഡൈജസ്റ്റ് ദ സെല്ലുലോസ്. So these animals are carnivorous, hence they don't need such a well-developed cecum. The brain is well developed and the hemisphere are well convoluted. Brain well developed തന്നെയാണ്, ഹെമിസ്ഫിയർസ് സെർബ്രൽ ഹെമിസ്ഫിയർസ് കൺവല്യൂട്ടഡ് ആണ്. മാമയാർ അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്താണ് അവർക്ക് കൂടുതലായിട്ട് മാമറി ഗ്ലാൻസ് ഉണ്ട്. അതിൽ പഠിക്കാനുള്ളത് പാന്തേര സ്പീഷീസ് ആണ്. പാന്തേര സ്പീഷീസ്, ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാന്തേര സ്പീഷീസ്: ജാഗോ, പാന്തേര ഓങ്ക, ടൈഗർ പാന്തേര ടൈഗ്രിസ്, സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത് പാന്തേര ഉഞ്ചിയ, ആൻഡ് പാന്തേര ലിയെ, പാന്തേര പാഡസ്. ലെപ്പേർഡ് എന്ന് പറയുന്നത് പുള്ളിപ്പല്ലി എന്ന് പറയുന്നത്. To next one is called order Perissodactyla. So it's a large sized hoofed mammal. കൊളമ്പുള്ളതാണ്. The middle digit of fore and hind limbs are preeminent and carry most of the weight. Fore and hind limbs ആണ് ശരീരത്തിൻ്റെ വെയിറ്റ് മുഴുവനും താങ്ങുന്നത്. Teeth are lofted on this type of teeth. ടീത്തിൻ്റെ സർഫസ് ആണ് അത് ഗ്രൈൻഡ് ചെയ്യുന്ന പാർട്ട്. ആ ഗ്രൈൻഡ് ചെയ്യുന്ന പാർട്ടിൻ്റെ സർഫസിനനുസരിച്ചിട്ട് പല ടൈപ്പിൽ ടീത്ത് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ബ്രാങ്കിയോഡോൺ. അതിൻ്റെ റൂട്ട് കുറച്ച് ചെറുതായിരിക്കും, ചെറിയ കുഞ്ഞു പല്ലുകളായിരിക്കും. സർഫസിൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹിപ്സോഡോൺ കുറച്ചും കൂടെ പൊങ്ങിയത്, റൂട്ട് കുറച്ചും കൂടെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ മുകളിലത്തെ ഭാഗം ക്രൗൺ കുറച്ചും കൂടെ വലുപ്പം കൂടുതലാണ്. ബുനോഡോൺ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കട്ടിങ് എഡ്ജസിലാണ് ബുനോഡോൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സെലിനോഡോൺ. അപ്പോൾ ഈ ഒരു ടൈപ്പ് അതിൻ്റെ ഫീഡിങ് ഹാബിറ്റിനനുസരിച്ചിട്ട് പല ടൈപ്പ് ടീത്തുകളും കാണപ്പെടും. ഡോർസോ ലംബാർ വെർട്ടിബ്രെ 23 ആണ്. ലംബാർ വെർട്ടിബ്രെ എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിൻ്റെ ഭാഗത്തുള്ള ചെസ്റ്റ് കഴിഞ്ഞ് താഴത്തേക്ക് ഭാഗമുള്ള പുറം ഭാഗത്ത് 23 നമ്പർ ഉണ്ടാകും. കുറച്ചുകൂടി നീളം കൂടുതലുള്ളതാണ് ഈ ഭാഗത്ത്. Stomach is simple. Cecum is large and is saculated. Cecum large ആണ് and saculated. കാരണം ഇത് ഹെർബിവോറസ് ആണ്. മാമേ ആർ ഇൻക്വിനൽ. ഉള്ളിലാണ് മാമറി ഗ്ലാൻഡ് കാണുന്നത്. അതിൻ്റെ ടിപ്സ് മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. എക്സാമ്പിൾസ് ആണ് ഇക്വസ്, ഓൾസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നതാണ്. സോ ദിസ് ഈസ് പെരിസോഡാക്റ്റില. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്രൂപ്പാണ് പെരിസോഡാക്റ്റില എന്ന് പറയുന്നത്. ഓൾസ്, ദെൻ സീബ്ര, ടാപ്പർ, റൈനോസറസ് ഒക്കെ വരുന്നത് അണ്ടർ ദിസ് ഗ്രൂപ്പാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിയോഡാക്റ്റില. ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഓർഡറാണ് ആർട്ടിയോഡാക്റ്റില എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ ആൻഡ് സെമി അക്വാട്ടിക് മാമൽസ് ആണ്. ടെറസ്ട്രിയൽ മാമൽസ് അറിയാം നിങ്ങൾക്ക്. ദിസ് ഈസ് കോൾഡ് പുള്ളിമ എന്ന് പറയുന്നത് ആക്സിസ്. സെമി അക്വാട്ടിക് അനിമൽസ് വരുന്നത് ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ. ഹിപ്പോപ്പൊട്ടാമസ്, കാമൽ വരുന്ന വിഭാഗത്തിലാണ്. ജിറാഫ്, ആൻറ്റിലോപ്പ്, കൗ, ബഫലോ, ഷീപ്പ്, ഗോട്ട് എക്സെട്ര. ഓൾ ദിസ് കംസ് അണ്ടർ ദിസ് ഫൈലം. ഫോർ ആൻഡ് ഹാൻഡ് മീൻസ് 2 റയർലി 4 ഡിജിറ്റ്സ്. ഒന്നിക്കൽ 2 മുതൽ കുളമ്പ്. ഇതിൻ്റെ കുളമ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഒന്നിക്കൽ 2 ഡിജിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 4 ഡിജിറ്റ്സ് ഉണ്ടാവും. ടീത്ത സെലിനോഡോൺ നേരത്തെ കാണിച്ചിട്ടുണ്ട്. സെലിനോഡോൺ, റോബ്ഡോണോഡോൺ എന്ന് പറഞ്ഞു. ഡോർസോ ലംബർ വെർട്ടിബ്ര 19 ആണ്, 19 മാത്രമേ ഉള്ളൂ, മറ്റേതിൻ്റെ 23 ആയിരുന്നു. സ്റ്റൊമക്ക് ഈസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീക്കം ഈസ് സ്മോൾ. മാമേ ആർ ഫ്യൂ ആൻഡ് ഇൻക്വിനൽ ഓർ മെനി ആൻഡ് അബ്ഡോമിനൽ. ഒന്നിക്കൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവുക, ഫ്യൂ ആവും. ഫ്യൂ ആൻഡ് ഇൻക്വിനൽ ഓർ മെനി. മാമേ ആർ ഫ്യൂ ആൻഡ് ഇൻക്വിനൽ or many and abdomen. Order Proboscidea is the largest and highly specialized terrestrial mammal. The skin is thick and sparsely covered with hairs. Long proboscis trunk, which is an elongation of the nose and upper lip. So this is the proboscis. This is a long one, having the nostrils at the tip. And the tipilana nostrils ulladu. Eyes are small and ears are large pinna. Legs are like pillar-like and have 5 functional digits both on the fore and hind limbs. And the digits കാണാം. Incisor teeth of the upper jaw develop into great tusk. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത്
അതിൻ്റെ കൊമ്പ്, കൊമ്പ് ഉണ്ടാക്കുന്നത് ഇൻസിസർ ടീത്ത് ആണ്. സാധാരണ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കാനൈൻസ് ആണെന്നാണ്, പക്ഷേ കാനൈൻസ് ഓൾ ടുഗദർ ആബ്സെൻ്റ് ആണ് ഇതിൽ. മോളാസ് ആർ ലോ ഫുഡ് ഓൺ, അതിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്, ലോ ഫുഡ് ഉണ്ട്. സ്റ്റൊമക്ക് ഈസ് സിമ്പിൾ ആൻഡ് ദ ഇൻറ്റെസ്റ്റൈൻ ഈസ് പ്രൊവൈഡഡ് വിത്ത് സീക്കം. ടെസ്റ്റിസ് ആർ അബ്ഡോമിനൽ പൊസിഷൻ, ടെസ്റ്റിസ് ഉള്ളിലാണ് കാണുക, പുറത്ത് കാണത്തില്ല. 2 pectoral mammæ, സോ യു ക്യാൻ സീ ഹിയർ, അതിൻ്റെ ടീത്ത്സ് പുറത്തേക്ക് കാണുന്നുണ്ട്. ഇവിടെ പെക്ടറൽ സൈഡ്, ഇവിടെയാണ് മാമ കാണുന്നത്. എലിഫാസ് മാക്സിം, ഇന്ത്യൻ എലിഫൻറ്റ്. ദ ലാസ്റ്റ് ഓർഡർ ഇസ് സീറ്റേഷ്യ. വെയിൽസ് ഒക്കെ വരും, നീലത്തിമിംഗലം. മീഡിയം സൈസ് ടു വെരി ലാർജ് അക്വാട്ടിക് മാമൽസ്. ബോഡി ഈസ് യൂഷ്വലി സ്പിൻഡിൽ ഷേപ്ഡ് ആൻഡ് ഫിഷ് ലൈക്ക്. ഹെയർ കവറിംഗ് ഓഫ് സ്കിൻ ഈസ് റെഡ്യൂസ്ഡ് ടു ഫ്യൂ ബ്രിസിൽസ്. മിക്കവാറും ശരീരത്തിൽ ഹെയർ ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം. മാമൽസിൻ്റെ പ്രത്യേകതയാണ് ഇത്, ബോഡി കവർ വിത്ത് ഹെയർസ്. അതിൽ ഒരു എക്സെപ്ഷണൽ കേസസ് ആണ് ഇതിൽ. കുറച്ച് ബ്രിസിൽസ് മാത്രമേ കാണത്തുള്ളൂ ശരീരത്തിൽ. ഹെഡ് ലോങ്, ഓഫൻ പോയിന്റഡ് വിത്തൗട്ട് നെക്ക്. ഹെഡിന് നീളം കൂടുതലാണ്, വിത്തൗട്ട് നെക്ക്. ഐസ് ആർ മൈന്യൂട്ട്, കണ്ണ് വളരെ ചെറുതാണ്. നോസ്ട്രിൽസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹെഡ്, ദിസ് ആർ ദ നോസ്ട്രിൽസ്. അപ്പോൾ സീറ്റേഷ്യ ശ്വസിക്കുന്നത് ലങ്സ് വഴി തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ത്രൂ ദ ഗിൽസ്. ഈവൻ ദോ ഇറ്റ്സ് ഫൗണ്ട് ഇൻ വാട്ടർ, ദ റെസ്പിറേറ്ററി ഓർഗൻ ഈസ് lungs, not the gills. Forelimbs are modified as paddles. And the paddles, so this is the paddles. തുഴയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. Hind limbs are entirely absent. You can see no hind limbs are here. Tail is long, ending in 2 broad transverse fleshy flukes. So this is the transverse fleshy flukes. A thick layer of fat blubber is present in the skin. Skinil തൊട്ട് താഴെ there is a specialized fat called blubber. Bone of skull are spongy and contain fat. സ്കള്ളിലെ ബോൺ എന്ന് പറയുന്നത് സ്പോഞ്ചി ആണ്, contain fat. Examples are Balaenoptera. So this is all about the different features of order under the class Mammalia.